ഗായ്സ് വെൽക്കം ടു മെഡ് ഹെഡർ. സോ ഇന്ന് നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഫാർമസി പാർട്ട് 2 ആണ്. ഓൾറെഡി കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമ്മൾ ഫാർമസിയിൽ യൂസ് ചെയ്യേണ്ടത്, എന്തോ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി സെറ്റപ്പിൽ ആവശ്യം എന്നുള്ള കാര്യങ്ങൾ നോക്കി. എന്നാൽ എന്താണ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ബേസിക്കലി അറിയാം കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബേസിക് കമ്പോണൻസ് CPU ആണ് അല്ലേ. അത് സെൻട്രൽ ബ്രെയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയാം. കാര്യം എന്തുകൊണ്ടാണ്? കാര്യം മെമ്മറി ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റാസ് ഒക്കെ ക്രോഡീകരിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫെർദർലി മെമ്മറി ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ മെമ്മറി യൂണിറ്റ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ CPU ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക്കലി ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് CPU ഉണ്ട്, അതിന് നമുക്ക് കീബോർഡ് ഉണ്ടാവും, മൗസ് ഉണ്ടാവും അല്ലെ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ഒരു ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ ഇൻപുട്ട് ഡിവൈസ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ ഡേറ്റ അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക, അല്ല ടൈപ്പ് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ വേറെ എന്തുണ്ട്? മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുന്നു. സോ ഇൻപുട്ട് ഡിവൈസ് പറയുമ്പോൾ കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ് ആൻഡ് മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് മോണിറ്ററിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്നു. പിന്നെ അത് മാത്രമാണോ? സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ആണ്, പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഫസ്റ്റ് വൺ നമുക്ക് അറിയേണ്ടത് സോഫ്റ്റ്വെയറിനെ പറ്റി അറിയണം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം വിൻഡോസ്, പിന്നെ ലിനക്സ്, മാക് OS ഒക്കെ ഹാർഡ്വെയർ സിസ്റ്റങ്ങളാണ്. ഓരോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും ഓരോ പ്രോസസ്സ് യൂസ് ചെയ്യാനും ഓരോ സോഫ്റ്റ്വെയർ അതിൻ്റെ സ്പെഷ്യൽ ടാസ്കുകൾ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് ഫംഗ്ഷനാലിറ്റി രീതിയിൽ വർക്ക് ചെയ്യണം എന്നനുസരിച്ച് നമുക്ക് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. വിൻഡോസ് ഉണ്ട്, മാക് ഉണ്ട്, ഉബണ്ടു ഉണ്ട്, ലിനക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബൈനറി സിസ്റ്റം ആണ്. സോ ബൈനറി സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ലെറ്റേഴ്സ് ആണ് ABCD ഒക്കെ. എന്നാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു സിസ്റ്റം ഉണ്ട് 0 to 1. അതാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബേസിക് ലാംഗ്വേജ്. സോ നമ്മൾ കൊടുക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജിനെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്ന ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുക. സോ ഇത് കോമ്പിനേഷൻ ഓഫ് ബൈനറി ഡിജിറ്റുകളായിരിക്കും. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ്വെയർ ഇൻട്രാക്ഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ട് ഡിവൈസുകളായിട്ടുള്ള കീബോർഡ്, മൗസ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം ഇൻപുട്ട് ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡേറ്റ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. സോ അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഔട്ട്പുട്ട് മോണിറ്ററിൽ നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു ഇൻട്രാക്ഷൻസും ഈ ഡേറ്റ പ്രോസസ് ചെയ്യാനും ഈ ഡേറ്റ ഫ്ലോ പക്കയാക്കാനുമാണ് ഹാർഡ്വെയർ ഇൻട്രാക്ഷൻസ് ഉള്ളത്. സോ ഹാർഡ്വെയർ ക്രോഡീകരിക്കാനും ഹാർഡ്വെയറിൻ്റെ ആ ഒരു കോർഡിനേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ഇൻട്രാക്ഷൻ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിലെ. ആ ഒരു കാര്യമാണ് ഹാർഡ്വെയർ ഇൻട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈ CPU ഫങ്ഷൻസ് ആണ്. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ മേജർ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന CPU തന്നെയാണ്. സോ CPUവിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഡേറ്റ ഫ്ലോസ്, അതിന്റെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റുകളും, അതായത് എക്സാമ്പിൾ കാൽക്കുലേഷൻസുകൾ, ലോജിക് ഓപ്പറേഷൻസുകൾ, നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ടുകൾ തരുന്നതെല്ലാം ആരാണ്? CPU ഫങ്ഷൻസും ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് മെമ്മറി ആണ്. റാം എന്ന് പറഞ്ഞ ടെമ്പററി സ്റ്റോറേജ് ആണ്. ആലോചിക്കുക, റാം എന്ന് പറഞ്ഞ ടെമ്പററി സ്റ്റോറേജ് ആണ്. സോ ബേസിക്കലി നമ്മുടെ ആവശ്യമുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റാം. സോ റോം അപ്പം എന്തായിരിക്കും? റോം വെച്ചാൽ പെർമനന്റ് മെമ്മറി ആയിരിക്കും. സോ അതിനകത്ത് ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി ഇൻബിൾട്ട് ആയിരിക്കും. നമ്മൾ എത്ര റീസെറ്റ് ചെയ്താലും ആ ആപ്ലിക്കേഷൻസ് പോകില്ല, അവിടെ തന്നെ കിടപ്പുണ്ടാവില്ല. അതാണ് റോം വരിക കേട്ടോ. സോ റാം വെച്ചാൽ നമുക്ക് ടെമ്പററി ആണ്. പാർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ആ ഒരു പരിപാടിയാണ്. പിന്നെ ഹാർഡ് ഡിസ്കുകൾ, SSD മെമ്മറി കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെമ്മറി. മെമ്മറിന് ടെമ്പററി മെമ്മറി ഉണ്ട്, പെർമനന്റ് മെമ്മറി ഉണ്ട്. ടെമ്പററി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ പെൻഡ്രൈവ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ SSD കാർഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാർഡുകളാകാം. സോ എന്ത് വേണമെങ്കിലും നമുക്ക് മെമ്മറിക്കകത്ത് വരാം കേട്ടോ. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഓൾറെഡി പറഞ്ഞു, ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഇൻപുട്ട് മെഷീൻസുകൾക്കും ഔട്ട്പുട്ട് മെഷീൻസും പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട സോഫ്റ്റ്വെയർ ടൈപ്പ് ആണ്. സോഫ്റ്റ്വെയർ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് കേട്ടോ. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, ഹാർഡ്വെയർ സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ എസെൻഷ്യൽ ഫങ്ഷനിങ് സിസ്റ്റംസ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. സോ സോഫ്റ്റ്വെയർസ് ഒരുപാട് ആൾക്കാർ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനാലിറ്റിയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം തീരുമാനിക്കുന്നത് സോഫ്റ്റ്വെയർ
ടൈപ്പുകളാണ്. സോ ഇപ്പോൾ വിൻഡോസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് വേറെ ഉബണ്ടുവിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, ഉബണ്ടു ചെയ്യാൻ പറ്റുന്നത് വേറെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്, നോർമൽ ആൻഡ്രോയിഡ് ഉണ്ട്. ആൻഡ്രോയിഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും iOS സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഒരു ഡിഫറൻസ് ആണ് ഇവിടെയും വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് പൈത്തൺ, ജാവ. അപ്പം ജാവയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജാവ സിമ്പിളാണ് പക്ഷേ എന്താ പവർഫുൾ എന്നൊക്കെ പറയില്ലേ. സോ നമുക്ക് പ്രോഗ്രാമുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക്, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഏറ്റവും കൂടുതൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരുപാട് കോഡ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ, ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സോ നാച്ചുറൽ ലാംഗ്വേജ് ലൈക്ക്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ക്ലോസർ ടു ലാംഗ്വേജ് ആയിരിക്കും കേട്ടോ, അതനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നെറ്റ്വർക്കിംഗ് ആണ് ലാസ്റ്റ് വൺ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നെറ്റ്വർക്കിംഗ് ഇറ്റ്സ് വെരി എസെൻഷ്യൽ. കാര്യം നമ്മുടെ ഗ്ലോബൽ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റർനെറ്റ് ആക്സസ് അറിയാനും, അത് വേൾഡ് വൈഡ് കണക്ടിവിറ്റി, ഒരു ഫിംഗർ പോയിന്റ് ടച്ചിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് നമുക്ക് എപ്പോഴും നെറ്റ്വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ നെറ്റ്വർക്കിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെറ്റ്വർക്കിംഗ് നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സോ ഇതൊക്കെ സിമ്പിളാണ്, നമുക്ക് അറിയാനുള്ള കാര്യമാണ്. പിന്നെ സ്പീഡ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാര്യം എന്താണ്, നമുക്കിതൊക്കെ സിമ്പിൾ ടോപ്പിക്കാണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ്. നോട്ട് മാത്രം വായിക്കുക അല്ലെങ്കിൽ ഒരു ക്ലാസ് മാത്രം കേട്ടാൽ മനസ്സിലാവുന്ന ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.